എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാനായിട്ട് പോകുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ്. അങ്ങനെ കോടതിയുടെ വിധിക്ക് വേണ്ടിയിട്ട് ജഡ്ജി വിധി പറയാനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. ആ സമയത്താണ് ജഡ്ജി ആ കാര്യം പറയണേ. ചിപ്പിമോളെ മഹേഷ് ചന്ദ്രനും ഡോക്ടർ ഇഷിത മഹേഷിനോട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ കസ്റ്റഡി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് രചനയെ ആകാശം പരസ്പരം നോക്കുകയാണ്. അവരിങ്ങനെയൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചല്ല, ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്ന പോലും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയൊന്നും അറിയത്തില്ല. മഹേഷിനും മിശ്രിക്കും കേട്ടത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കുറച്ചു മുമ്പ് ചിപ്പിമോള് പറഞ്ഞത് തനിക്ക് രചനാമ്മയോടൊപ്പം പോയാൽ മതിയെന്നാ. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഈ സമയം രചനയുടെ ആകാശിന്റെ അഡ്വക്കേറ്റ് എഴുന്നേറ്റ് ചോദിച്ചു. അല്ല, ബഹുമാനപ്പെട്ട കോടതിയോട് ചോദ്യം ചോദിക്കുകയാണ്. കാരണം ചിപ്പിമോള് പറഞ്ഞത് രചനാമ്മയുടെ കൂടെ പോണെന്ന, പിന്നെ എന്തിനാ ഇഷിതയുടെ മഹേഷിനോട് അവളുടെ അയക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ കോടതി അയാളോട് പറഞ്ഞു, ഇരിക്കെ, അതിനുള്ള ഉത്തരം ഞാൻ ഇപ്പൊ തരാന്ന് പറയാം. മുമ്പ് ചിപ്പിമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടിക്ക് തന്റെ രചനാമ്മയോടെ പോയാൽ മതി. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പം അവളുടെ കണ്ണുകളിലെ ഭയം അവൾ ആരോ ഭയക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുട്ടീനെ ചേംബറിലേക്ക് വിളിപ്പിച്ചിട്ട് ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച. പിന്നീട് ജഡ്ജി ഇങ്ങനെ കാര്യങ്ങൾ പറയണം. ചിപ്പിമോളെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മോള് പറഞ്ഞു, മോൾ ഇവിടെ ആരും ഒന്നും പറയത്തൊന്നും കേട്ടോ. മോളുടെ മനസ്സുള്ള എന്ത് വേണം മോൾക്ക് പറയാം. ദേ ഇത് കോടതിയാണ്. മോൾക്ക് രചനാമ്മയുടെ പോകാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ചിപ്പിമോള് പറഞ്ഞു, ഇല്ല, എനിക്ക് രചനാമ്മയുടെ കൂടെ പോകാൻ ഇഷ്ടമില്ല എന്ന് പറയണം. എനിക്ക് അങ്കിളിനെ ഇഷ്ടമില്ല. അപ്പൊ മോള് മുമ്പേ കോടതി പറഞ്ഞോ എനിക്ക് അവരോട് പോയാൽ മതിയെന്ന്. അത് പിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചിപ്പിമോള് നിർത്തുവാണ്. മോള് ധൈര്യമായിട്ട് പറഞ്ഞു, അതെ എന്നെ കോടതി ശിക്ഷിക്കുമെന്ന് ചോദിക്കുക. എന്തിനാ കോടതി ശിക്ഷിക്കുന്നേ? മോളെ കോടതി ശിക്ഷിക്കത്തില്ല എന്ന് പറയണം. പിന്നീട് ചിപ്പിമോള കാര്യങ്ങൾ പറയണേ. ആകാശ് ചിപ്പിമോളെ ഇതിന്റെ ഇടയ്ക്ക് കോടതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറെ വാഹനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചിട്ട് ചിപ്പിമോളോട് ചോദിച്ചു, ഇതിനകത്ത് മോൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാന്ന് ചോദിക്കണം. എനിക്ക് ആ പോലീസ് ജീപ്പൊക്കെ ഇഷ്ടമാന്ന് പറയണം. അതെ മോൾക്ക് ഇത് ഈ ഡാഡി ഇതല്ലേ, ഈ അങ്കിള് എത്ര പോലീസ് ജീപ്പ് വെള്ളം മേടിച്ചു തരാം. അതുപോലെ തന്നെ ബാക്കി കുറെ സാധനങ്ങൾ എന്ത് വേണമെന്ന് മോളുടെ വാക്ക് പറഞ്ഞാൽ മതി, മേടിച്ചു തരാം. മോളുടെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ നടത്തി തരും. പക്ഷെ ഒരു കണ്ടീഷൻ, മോള് കോടതിയിലെ രചനാമ്മയോടൊപ്പം പോണെന്ന് പറയണം. എനിക്ക് അവരോടൊപ്പം പോയാൽ മതി. ആ ഇഷിത ഡോക്ടറെയും അല്ലെങ്കിൽ നിന്റെ ഡാഡിയെ ഇഷ്ടമില്ലെന്ന് പറയണം. രചനാമ്മയോടൊപ്പം പോയാമെന്ന് പറയണം. മോളുടെ ഏതാഗ്രഹവും ഈ അങ്കിള് സാധിച്ചു തരുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ചിപ്പിമോള് പറഞ്ഞു, ഏയ് ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് ആഗ്രഹങ്ങളൊന്നും വേറെ ഇല്ല. എനിക്ക് എന്റെ ഡാഡിയുടെ അമ്മയോട് കൂടെ പോയാൽ മതി. ഓഹോ അങ്ങനെയല്ലേ, ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല അല്ലേ? ഒന്ന് കാണിച്ചു തരാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ആ ഡാഡിയും നിന്റെ ഡോക്ടർ ഇഷിതയുണ്ടല്ലോ, നിന്റെ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്നവള്, അവർ രണ്ടുപേരെയും കൂടെ ഞാൻ കൊന്നുകളയും. പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. ചിപ്പിയോട് പറഞ്ഞു, അയ്യോ അങ്ങനെ പറയില്ലെന്ന് പറയണം. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ, അങ്ങനെ കൊല്ലാതിരിക്കണുണ്ടല്ലോ, നീ കോടതി പറയണം എനിക്ക് രചനാമ്മയോടെ പോയാൽ മതിയത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് അവരെയും കൊന്നുകളയും. പിന്നെ നീ ജീവനോടെ കാണത്തില്ല എന്ന് പറയാ. ചിപ്പിമോൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഭയമായി പോയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു ചിപ്പിമോള്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കോടതി ഇത് പറഞ്ഞപ്പോ രചന ആകാശനെ നോക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചിരിക്കുക. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. പിന്നീട് ചിപ്പിമോളെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ്. ചിപ്പിമോളെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ? ചിപ്പിമോളെ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞല്ലേ നിൽക്കും. അതെ ഞാൻ പറഞ്ഞാണ്, എന്റെ ഡാഡിയുടെ അമ്മേനെ കൊന്നുകളയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ രചനാമ്മയുടെ ഒപ്പം പോകാമെന്ന് പറഞ്ഞേ. അല്ലാതെ എനിക്ക് അവരെ ഇഷ്ടമില്ല. എന്റെ ഡാഡിയുടെ അമ്മയോട് ഒപ്പം പോകാൻ എനിക്ക് ഇഷ്ടമെന്ന് പറയണം. ഇത് കേട്ടാൻ തകർന്നു പോയി രചന. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ചിപ്പിമോളെ അങ്ങോട്ട് ഇട്ടു പറഞ്ഞു, അതെ കേട്ടില്ലേ പറഞ്ഞത്, ഇത്തിരി ഇല്ലാത്ത ആ കുഞ്ഞു പറഞ്ഞ കാര്യങ്ങള്. പിന്നീട് മഹേഷ് ചന്ദ്രനെ കൂടെ എഴുന്നേൽപ്പിക്കുകയാണ്. താങ്കൾ എന്താ കരുതിയത് കോടതി വന്ന് സ്വാധീനിക്കാന്ന്? ആ കുഞ്ഞിനെ സ്വാധീനിക്കാന്നേ ഇപ്പൊ തന്നെ പിടിച്ചകത്തിടേണ്ടതാ. പിന്നീട് ചോദിച്ചു, അല്ല താങ്കൾ തന്നെയാണ് ഗൂഢാലോചന നടത്തിയത് അതോ ഈ പറയുന്ന രചനയുണ്ടോന്ന് ചോദിക്കുകയാണ്. രചന എഴുന്നേറ്റു. രചനയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അതായത് രചന കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിൽ രണ്ടുപേരും ക്രിമിനൽ കുറ്റത്തിന് അകത്ത് കിടക്കേണ്ടി വരും. കാരണം കോടതിയെ വെച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ച ഇത് വെറും ഒരു കുറ്റമല്ല, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് തനിക്ക് 25,000 രൂപ പിഴയിട്ടിരിക്കുന്നു. പിന്നെ മാപ്പ് പറയുന്നത് കൂടാതെ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒഫൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കും. പറഞ്ഞ കേട്ടല്ലോ, രണ്ടുപേരുടെയും കൂടെ പറഞ്ഞേക്കെന്ന് പറയാം. ഇത്രേ ഒരു
ഇത് കിട്ടാനുണ്ടായിരുന്നില്ല. ആകാശിനും രചനയ്ക്കും തകർന്നങ്ങോട്ട് നിൽക്കുകയാണ്. ആകെപ്പാടം നാണം കെട്ടങ്ങോട്ട് അവിടെ തൊലി ഉരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ്. മഹേഷും എല്ലാവരും ഇരിക്കുന്ന സമയമല്ലേ. പിന്നീട് ഒന്നും മിണ്ടാനാവാതെ നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അവര്. പിന്നീട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശനോട് രചന പറഞ്ഞു, ആകാശേ നിന്നോട് ആരാ പറഞ്ഞ അങ്ങനെയൊക്കെ പറയാനായിട്ട്? ചിപ്പി മോളെ ഭീഷണിപ്പെടുത്താൻ ഞാൻ പറഞ്ഞോന്ന് ചോദിക്കാം. അത് പിന്നെ നമുക്ക് മോളെ കിട്ടാൻ വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോളെ ഭീഷണിപ്പെടുത്തുവായിരുന്നു ചെയ്യണ്ടേ. അവളെ ഭീഷണിപ്പെടുത്തി അവളെല്ലാം വിളിച്ചു പറയുന്നുള്ള കാര്യം അറിയാൻ മേലായിരുന്നോ? ഇതെന്ത് ഭാവിച്ച ആകാശം നീ ചെയ്തേ? അതുകൊണ്ടെന്താ ഇപ്പൊ ചിപ്പി മോളെ നഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും. രചന നിനക്ക് വേണ്ടിയാന്ന് പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടിയിട്ട് പറയുന്നല്ലാതെ ചിപ്പി മോളെ കിട്ടിയോ? ഇപ്പൊ ആരാ ജയിച്ചേ? അവന് ആ മഹേഷ് ചന്ദ്രനല്ലേ ജയിച്ചേ? നമ്മൾ തോറ്റുപോയില്ലേന്ന് ചോദിക്കാം. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു. മഹേഷ് കേട്ടി പറയുന്നൊക്കെ. മഹേഷ് അങ്ങോട്ട് വന്ന് അവരുടെ മുന്നിലേക്ക് നിന്നിട്ട് പറഞ്ഞു, തോറ്റുപോയില്ലേ? മഹേഷ് ചന്ദ്രൻ ജയിച്ചില്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ ആകാശ് മേനോനെ ഞാൻ ആരാന്ന്? ഇവിടെ വെച്ച് നീ മുമ്പ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കാരണം എന്റെ ഭാര്യ ആരുടെയും കൂടെ ഒളിച്ചോടി പോകും, അപ്പൊ നീ ഇവിടെ ഇരുന്ന് കരയൂന്നൊക്കെ. ആ നിന്നോടാ ഞാൻ പറയണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ എന്നെ വിളിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയില്ലേ? എടാ ഇതാടാ പറയണ ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടെന്ന്. എന്റെ ചിപ്പിമോളെ കിട്ടാൻ വേണ്ടി നീ വൃത്തികെട്ട നാടാൻ കളിച്ചു. എന്നെ ഇഷ്ടതേനെ കൊല്ലുമെന്ന് പറയാൻ ഭീഷണിപ്പെടുത്തി. പക്ഷെ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. ദേ പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവളെ പോലെ ഒരു ഭൂലോക പിഴേനെയാണല്ലോ നിനക്ക് കിട്ടിയിരിക്കുന്നു ചോദിക്കുക. ആകാശിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, തൊലി ഉരിഞ്ഞ് നിൽക്കുകയാണ്. ആകാശിനോട് പറഞ്ഞു, എന്റെ മുന്നിൽ ജയിക്കാണ്ട് നിനക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. നീ തോറ്റു തുന്നം പാടി പോയില്ലേ. പിന്നെ ഇവളെ ഡോക്ടർ ഇഷിതയും വെച്ച് ഒരിക്കൽ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഡോക്ടർ ഇഷിത എന്റെ ഭാര്യയാണ്. പക്ഷെങ്കിൽ ഇവളാരാ? ഇവള് വെറും എന്റെ ഭാര്യ ആയിരുന്നിട്ടും നിന്നോടൊപ്പം വന്ന് കിടന്നോളാം. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ശരിക്കും പറഞ്ഞ ഇവിടെ ആരുമല്ല എന്ന് പറയാണ്. ഇതിൽ കൂടുതൽ അപമാനം കിട്ടാനില്ല രചനയ്ക്ക്. രചനയോട് പറഞ്ഞു, നീ വെറും വേസ്റ്റ് അടി, വെറും വേസ്റ്റ്, ആർക്കും വേണ്ടാത്തോള എന്നൊക്കെ പറയാണ്. പിന്നീട് ആകാശിനോട് പറഞ്ഞു, നീ അനുഭവിക്കാൻ പോകുന്നതല്ലടാ, നീ കണ്ടോ, ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു സാമ്പിൾ വെടിക്കൊട്ട, ശരിക്കുള്ള വെടിക്കൊട്ട വരുന്നാൻ പോകുന്നുള്ളൂ, നീ കണ്ടോളാൻ പറഞ്ഞിട്ട് അങ്ങനെ മാക്സിമം അവനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്തേലും പറയാൻ പറ്റുമോ? രണ്ടുപേരും നാണം കിട്ട അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് മാഷിന്റെ അടുത്ത് പ്രിയാമണി പറഞ്ഞു, മാഷി ഇതിലായിട്ട് അവർ വിളിച്ചില്ലോ, കോടതി വിധി എന്തായെന്ന് അറിയത്തില്ല, കോടതി എന്താണോ പറയുന്നത് അറിയത്തില്ല, ആകെപ്പാ ടെൻഷനാന്ന് പറയണം. സുചിത്ര പറഞ്ഞു, എന്തിനാ ചിറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കണ? എന്തിനാ? അവർ സമയാകുമ്പത്തേനും കൂടി വന്നോളൂ എന്ന് പറയാ. എന്നാലും ഒന്ന് വിളിക്കായിരുന്നു, കോടതിയല്ലേ പ്രിയാമണി, നടപടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഞാൻ എൻ്റെ വാരഫലം ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോയി പത്രം പോയി എടുക്കുകയാണ്. പത്രം പോയി എടുത്തിട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും അയ്യോ ഒന്ന് ഇഷിതയുടെ വാരഫലം ഇതിനകത്തുണ്ടല്ലോ എന്ന് പറയണേ. ഇഷിതയുടെ വാരഫലോ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറയണം. അതേ ഉണ്ട്, അവൾക്ക് പുത്രിയോഗം ഉണ്ടെന്ന്. അതെ, പിന്നെയോ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാം, ഈ വാരഫലം കൊണ്ട് ജഡ്ജിനെ കാണിക്കുക, ജഡ്ജല്ലേ വിധി പറയുന്ന കോടതിയിൽ. അപ്പം ഇഷ്ടത്തേക്ക് ഇങ്ങനെ ഒരു വാരഫലം ഉണ്ട്, അതുകൊണ്ട് ചിപ്പിമുള കൊടുക്കാൻ പറയാം, എങ്ങനെയുണ്ട്? ഇതേ മാഷെ കൂടുതൽ കളിക്കൊന്നും വേണ്ട, ഇതൊക്കെ ശരിയാന്ന് പറയണം. എന്റെയും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുവാണ്. എന്റെ വാരഫലം കൊള്ളാം എന്ന് പറയണം. പിന്നെ കൊള്ളാൻ പോലും, നിന്റെ വാരഫലം അല്ലേ, എനിക്കറിയാവുന്ന വാരഫലം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവര് കളിതമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുചിത്ര പറഞ്ഞു, എന്നാ പിന്നെ എന്റെ വാരഫലം കൂടെ നോക്കാന്ന് പറയണം. നിന്റെ വാരഫലം ഈ തീറ്റയുടെ കാര്യമല്ലേ, അത് പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അത് കേട്ടപ്പോ സുചിത്ര പറഞ്ഞു, അങ്ങനെ തള്ളിക്കളയൊന്നും വേണ്ട, ദേ ഞാനിവിടെ നിൽക്കുന്നോണ്ടാ നിങ്ങൾക്ക് ഈ ഗുണങ്ങളൊക്കെ. എന്ത് ഗുണങ്ങള്? ഒന്നും അല്ലേലും സംസാരിക്കേണ്ട ഒരാളില്ലേന്ന് ചോദിക്കുക. അത് കേട്ട മാഷ് പറഞ്ഞു, അത് ശരിയാ. പ്രിയാമണി പറഞ്ഞു, പിന്നെ സംസാരിക്കാൻ മാത്രമല്ല, ഇത് ഇപ്പോഴിരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നല്ലേ, അതുപോലെ തന്നെ എപ്പോഴും നിനക്ക് കഴിച്ചോണ്ടിരിക്കണ്ടേ. അപ്പൊ അതായിരിക്കും നിന്റെ ഭാരഫലത്തെ എഴുതിയിരിക്കുന്നത്, ചുമ്മാ സുഖിച്ചിരുന്ന് തിന്നാന്നുള്ളത്, അല്ലാതെ വേറെ എന്ത് എഴുതാനാന്ന് ചോദിക്കുക. അത് കേട്ടപ്പം സുചിത്ര പറഞ്ഞു, അതെ ഇതിനൊരു ഭാഗ്യമാണ് ചിറ്റിയെന്ന് പറയണത്, പിന്നെ ഭയങ്കര ഭാഗ്യമാന്ന് പറയണ. അപ്പോഴേക്കുമാണ് ഫോൺ ബെല്ലടിച്ചേ. നോക്കിയപ്പത്തിന് ഇഷിതയെ വിളിക്കുന്നത്. പറമോളെന്ന് പറയാണ്, എന്തായി കാര്യങ്ങളൊക്കെ? ചിപ്പിമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ഞാനിവിടെ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മ ഏത് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചേ? അങ്ങനെയൊന്നും ഇല്ല മോളെ, കുറെ വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അമ്മേ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടെന്ന് പറയണ. ചിപ്പിമോളെ കോടതി വിട്ടുവെന്ന് പറയണ. ഇതിൽ ഒരു സന്തോഷം വേറെയില്ല. പ്രിയാമണിക്കും മാഷിനൊക്കെ അവരും ഭയങ്കര സന്തോഷം തുടിച്ചാടുവാനാ. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി പറഞ്ഞു, മാഷെ ചിപ്പിമോളെ നമുക്ക് കിട്ടി, അങ്ങനെ ഇഷ്ടത്തെ അമ്മയായെന്ന് പറയാണ്. ഇത് കേട്ട് സുചിത്ര പറഞ്ഞു, ആഹാ കൊള്ളാലോ. പ്രിയാമണിയോട് ഞാൻ പെട്ടെന്ന് ഇച്ചിരി പാൽപ്പായസം ഉണ്ടാക്കട്ടെ എന്ന് പറയണം. സുചിത്ര പറഞ്ഞു, ഇങ്ങോട്ട് വാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. പിന്നെ എനിക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഇതൊക്കെ വന്നൊന്ന് എടുത്തു തന്ന് നിന്നാ മതി, അതിനെ അറിയത്തില്ലെന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയണം.
കണ്ടോ ഇളയച്ച, ഈ ചിറ്റ പറയുന്നോട്ടോ ഞാൻ പോയി എല്ലാം ചെയ്തു കൊടുക്കണമെന്ന്. ചെയ്തു കൊടുക്ക, അല്ലെങ്കിൽ അവൾ ഇനിയിപ്പൊ ഭദ്രകാളിയായിട്ട് ഇവിടെ കിടന്ന് ഉറഞ്ഞു എന്ന് പറയാം. അങ്ങനെ അവസാനം സുചിത്ര അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം ഇഷിത ഫോൺ വിളിച്ചിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേനുമാണ് രചന അങ്ങോട്ടേക്ക് വരുന്നത്. രചന വന്നിട്ട് ഇഷിതയോട് ചോദിച്ചു, ഓഹോ അപ്പൊ നീ എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ത്? ചിപ്പിമോളെ വിട്ടു കിട്ടാൻ വേണ്ടിയിട്ട്. എടി നിനക്ക് അതിന് എന്തുമാത്രം യോഗ്യതയടി ഉള്ളത്? ചിപ്പിമോളെ കിട്ടാൻ വേണ്ടിട്ടാ നീ മഹേഷിനെ കല്യാണം കഴിച്ചേ. അങ്ങനെയാണെങ്കിൽ അനാഥരെ കുറെ പിള്ളേരുണ്ട് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട് നീ അവരുടെ എല്ലാം അച്ഛന്മാരെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുവോ? ഇത് കേട്ടതും ഇഷ്ടതയ്ക്ക് എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ല. ഇഷ്ടത വല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ്. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? ചോദിച്ചിട്ട് മറുപടി പറയടി നീ പറയണം. ഇത് കേട്ടപ്പം ഇഷ്ടത പറഞ്ഞു, രചന നിനക്ക് നന്നായിട്ട് ബോധ്യമായിട്ടുള്ള കാര്യമാണ് ചിപ്പിമോൾ എന്താ പറഞ്ഞതെന്ന്. നിങ്ങൾ ചിപ്പിമോളോട് എന്താ കാണിച്ചെന്നുള്ളത്. പിന്നെ ഇവിടെ അതൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. പറയൂടി, ഞാൻ പറയും. ഞാനാണ് അവളുടെ അമ്മ, ചിപ്പിമോളുടെ അമ്മ. അവളെ നൊന്തു പ്രസവിച്ച ഞാനാണ്. അപ്പൊ പിന്നെ എനിക്ക് അവകാശം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും ഞാനിത് പറഞ്ഞെന്നിരിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു, നീ പറയുന്നതിൽ എന്തേലും ന്യായമുണ്ടോ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, നീ കൂടുതൽ ന്യായം അന്യായം ഒന്നും പഠിപ്പിക്കണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലടിയെന്ന് പറയണം. 10 മാസം ചുവന്ന് പ്രസവിച്ചൊരു അമ്മയ്ക്ക് അതിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അറിയത്തുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് സ്വപ്നവല്ലി ഇറങ്ങി വരുന്നത്. സ്വപ്നവല്ലി കേട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് കേട്ടോണ്ടൊന്ന് സ്വപ്നവല്ലി, നീ എന്താടി പറഞ്ഞേ? 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് നിനക്കും അതിന് വേദന അറിയത്തുള്ളൂന്നോ? ദേ, നൊന്ത് പ്രസവിച്ചുകൊണ്ട് മാത്രമേ അമ്മയാവുന്നില്ല. കാരണം ആ കുഞ്ഞിനെ നോക്കണം, അതിന് വേണ്ടുന്ന സ്നേഹം കൊടുക്കണം. നീ ഇത് എന്തേലും ചെയ്തിട്ടുണ്ടോടി? ഇല്ല, നിനക്ക് എന്താണ് ഇത് പറയാനുള്ള ധൈര്യം? ആ നിൽക്കുന്ന ആരാന്നറിയാവോ? എന്റെ മകന്റെ ഭാര്യ, എന്റെ മരുമോളാണ്. അവളോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കാരാ അവകാശം തന്നേ? മരുമോള് മാത്രമല്ല, ഇനി മുതൽ അവൾ എന്റെ മകളും കൂടെയാണ്. ചിപ്പിമോളുടെ അമ്മയവള്. അവളോട് ഇനി ഒരു വാക്ക് നീ എതിർത്ത് സംസാരിച്ചാൽ നിന്നെ ഇവിടെ ഇട്ട് ഞാൻ വലിച്ചു കീറുമെന്ന് പറയാം. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്റെ ചിപ്പിമോൾക്ക് ഒരു അമ്മേനെ കിട്ടത്തില്ലെന്നോ? നിന്നേക്കാൾ സ്നേഹമുള്ള ഒരു അമ്മേനെ അടി അവൾക്ക് കിട്ടിയിരിക്കുന്നേ. അവൾ ആരാ, നീ ആരാ? നിന്റെ യോഗ്യത എന്താ, അവളുടെ യോഗ്യത എന്താ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കരടായിട്ട് പോലും ഇനി അവളുടെ മഹേഷിനെ ചിപ്പിമോളുടെ ജീവിതത്തിലേക്ക് നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വെട്ടിക്കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കാനും എനിക്ക് സമ്മതം. ഇനി കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് രചന. രചനയോട് പറഞ്ഞു, കടന്ന് പോടി അവിടുന്ന്, ഇനി കണ്ടുപോയേക്കല്ലെന്ന് പറയണം. അങ്ങനെ രചന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇഷിത അടുത്ത് എന്നിട്ട് അവർ പറഞ്ഞു, അതെ നീ എന്തിനാ മോളെ ഇങ്ങനെ മിണ്ടായിരുന്നേ? അവൾ എന്തിനും പറഞ്ഞു കഴിയുമ്പോൾ തിരിച്ചു പറയണ്ടേ? നീ സൂപ്പർ അമ്മയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഇഷിതയൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞെന്താ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും. മോളെ അതിന് ചിപ്പിമോളുടെ അമ്മ അവളല്ല എന്ന് പറയണം. ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് പറയണം. നീ സ്വപ്നവല്ലിയുടെ മരുമോളാ, വെറുതെ ഉള്ളവളല്ല. നീ എനിക്ക് മരുമോളല്ല, മോളാന്ന് പറയണം. ഇത് കേട്ടോ ഇഷിത പറഞ്ഞു, അല്ല അമ്മേ, അത് പിന്നെ ഞാൻ എന്താ മോൾക്ക് വിശ്വാസമായില്ലേ? ഇന്നലെ വരെ നീ എന്താ എങ്ങനെയാന്ന് എനിക്ക് അറിയണ്ട. പക്ഷെ ഇപ്പൊ നീ അങ്ങനെയല്ല, എന്റെ സ്വന്തം മോളാണ്, എന്റെ ചിപ്പിമോളുടെ അമ്മയാണ്. അപ്പൊ നിന്നെ ഞാൻ അങ്ങനെയൊക്കെ കരുതത്തുള്ളൂ. ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒന്നും മിണ്ടായിരിക്കേണ്ട കാര്യമില്ല. എതിർത്ത് പറയേണ്ട സ്ഥാനത്ത് എതിർത്ത് പറഞ്ഞു തന്നെ വേണം, മനസ്സിലായല്ലോ എന്ന് പറയാണ്. വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇഷിതേനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് പോവാണ്. പിന്നീട് ഇഷിതയുടെ അവരുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് കൊടുക്കണല്ലോ. അങ്ങനെ ചിപ്പിയും കൊണ്ട് മഹേഷിന്റെ ഇഷിതയുടെ അടുത്തേക്ക് രജനി ആകാശം കൂടെ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചിപ്പിമോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഡാഡി അമ്മയെന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും സ്വപ്നവേലി വന്ന് ചിപ്പിമോളുടെ കയ്യെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ്. ആ സമയത്ത് ആകാശിന്റെ രചനയും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ മഹേഷ് വിളിച്ചു, അവിടെ വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണ. എങ്ങോട്ടാ പോന്നേ? അങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന് പറയണ. നീ എന്താടാ പറഞ്ഞേ? എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന്. കിട്ടിയത് കണ്ടില്ലേ? എന്റെ കുഞ്ഞ് നല്ല സന്തോഷത്തോടെ പോകുന്ന കണ്ടില്ലേ? ഇപ്പൊ തോറ്റുപോയതാരാ? നീ തന്നെയാണ് തോറ്റുപോയത്. ഇപ്പൊ മനസ്സിലായില്ലേ ഈ മഹേഷ് ചന്ദ്രൻ ആരാന്ന്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. ആകാശിന്റെ രചനയും പരസ്പരം നോക്കുകയാണ്. പിന്നെ ഇവളുടെ കാര്യം, ഇവിടെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലടാ. മുമ്പ് പറഞ്ഞ അതേ ഡയലോഗ്സ് ഒക്കെ തന്നെയാണ് എനിക്ക് ഇനിയും പറയാനുള്ളത്. ആർക്കും വേണ്ടാത്തൊരു ജന്മം. പക്ഷെ ഈ നിൽക്കുന്ന ഇഷിത ഡോക്ടർ ഉണ്ടല്ലോ, ഇവളുടെ ഞാൻ അഗ്നിസാക്ഷിയായിട്ട് ഞാൻ താലി കെട്ടി പെണ്ണോ. പക്ഷെ നിന്റെ കൂടെ നിൽക്കുന്നോ? നിന്റെ ഭാര്യയാണോ അവള്? അല്ല, നിന്റെ കാമുകി മാത്രമാണ്. പക്ഷെ എന്റെ ഭാര്യയാണോ നിന്റെ ഭാര്യയാണോന്ന് അറിയത്തില്ലാത്ത ഒരുത്തി. അങ്ങനെ ഒരുത്തിയല്ലേ അവള്. അവൾ ഇന്ന് വരെ നിന്റെ ഭാര്യയായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഭാര്യ ആവാൻ നിന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന ഒരുത്തവള്. കാരണം സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് അന്ന് തന്നെ, അല്ല കുറെ നാൾ മുമ്പ് തന്നെ 6 മാസം പ്രായമുള്ളപ്പോൾ രതിസുഖം തേടിപ്പോയവള്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ നിന്റെ കൂടെ ഉള്ളത് കണ്ടോടാ. നീ
അനുഭവിക്കാൻ പോകുന്നുള്ളൂ. നീ ഇവളുടെ കാര്യത്തിൽ താലി ചാർത്തണം. താലി ചാർത്തി ഇവളെ കൂടെ താമസിപ്പിക്കണം. അപ്പോഴാണ് നിനക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാകാനായിട്ട് പോകുന്നത്. നീ അനുഭവിക്കാൻ പോകുന്നത് കണ്ടോളാൻ പറയണം. പിന്നെ ഈ നിൽക്കുന്ന ഡോക്ടർ ഇഷിത എന്നും എൻ്റെ ഭാര്യയായിട്ട് തന്നെ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, നീ അത്ര നെഗളിക്കണ്ടടാ. അതെ, എനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ ഇഷിതനെ കുറിച്ച്. നീ കൂടുതൽ ഞാൻ പഠിപ്പിക്കണ്ട. അന്ന് നിന്നെ കുറിച്ച് എന്താ പറഞ്ഞ ടി വിയിൽ അവര് മഹേഷ് ചന്ദ്രന് എന്തൊക്കെ പോരായ്മകളുണ്ട് അതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടോ അങ്ങനെയുള്ള ഒരുത്തിയാണ് നിന്റെ കൂടെയുള്ളത്. ഇനി നിനക്ക് ഒരിക്കലും അവളോട് സ്നേഹത്തോടെ ജീവിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ടോം ആൻഡ് ജെറി ആയിരിക്കും എനിക്ക് കളിക്കാനായിട്ട് പോകുന്നേ. നീ വലിയ ഡയലോഗ് അടിച്ചതിന്റെ കാര്യമില്ലടാ. നിന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും നിനക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. നിന്നെ ഒരു ശത്രുവിനെ പോലെയാണ് ഡോക്ടർ ഇഷിത കാണുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കാൻ ആൾ ആഗ്രഹിക്കില്ല. എന്തിനാ? ചിപ്പിമോൾക്ക് വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകത്തില്ല. ഈ ആകാശ പറയണമെന്ന് പറയാം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, നിനക്ക് എന്ത് വേണം പറയാം, പക്ഷെ ഇവളുണ്ടല്ലോ എന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. നിന്റെ ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ നിന്റെ കാമുകയോടൊപ്പം പോകാനല്ല ചിപ്പിമോള് പറഞ്ഞേ, ഇഷിതയുടെ കൂടെ പോണെന്ന. അപ്പൊ ഇഷിതയാണ് ഇപ്പൊ അവളുടെ അമ്മ. സ്നേഹം കൊണ്ട് അമ്മയായുള്ള അവള്. പക്ഷെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്ന ഇവളോ എന്ന് പറയുവാണ്. ഇത് കേട്ട് വെച്ചപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകാശിന്. പിന്നീട് ആകാശിനെ അവിടെ ഇരുന്ന് പൊളിച്ചെടുക്കുകയാണ്. എടാ, നീ ഒരു വേസ്റ്റ് ആയതുകൊണ്ടല്ലേ കോടതി വരെ അങ്ങനെ പറഞ്ഞത്. നീ ഒരു പിഴയടാ, ഭൂലോക പിഴ. കോടതി പിഴ അടച്ചവന് ഇനി എന്തേലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ നേരെ ജയിലിലോ പോയി കിടക്കുള്ളൂ. പറഞ്ഞ കേട്ടല്ലോ. എന്റെ കുഞ്ഞിന്റെ ഇഷിതയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വലിച്ചു കീറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാന്ന് പറഞ്ഞ് ഇഷിതയുടെ കൈ പിടിച്ചുകൊണ്ട് പോവാണ്. രചന ആകാശം ആകെപ്പാടെ തകർന്നു പോയി. അങ്ങനെ അങ്ങോട്ട് പോണ സമയത്ത് മഹേശ്വരൻ, നീ പറഞ്ഞൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ, നിന്നെ കുറിച്ച് കൊടുത്ത് പുകഴ്ത്തി പറഞ്ഞു, നീ വലിയ സംഭവം എന്നുള്ള രീതിയിൽ. അത് കേട്ടത് ഇഷിത പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാം. എന്നാ വാ. അതെ, നമ്മൾ തമ്മിൽ അങ്ങനെ ഭാര്യാഭർത്താക്കന്മാരൊന്നും അല്ല, അറിയാലോ. ചിപ്പിമോൾക്ക് വേണ്ടി മാത്രം. അതെനിക്കറിയാമെന്ന് ഇഷിത പറയാണ്. അങ്ങനെ അവരൊരു ടോം ആൻഡ് ജെറി കോമ്പറ്റീഷൻ നടത്തി ഇഷിതനെ ചേർത്ത് പിടിച്ച് മഹേഷ് അങ്ങോട്ടേക്ക് പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.